അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ജമാദുൽ അവ്വൽ എന്ന പുണ്യമായ മാസം, ഈ മാസത്തിൽ നമ്മൾ ഓരോ രാവിലും ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ്, മഹാന്മാരായ ഔലിയാക്കന്മാരിൽ ഒരുപാട് ആളുകൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ ജമാദുൽ അവ്വൽ മാസം. പ്രത്യേകിച്ച് മഹാനായ റിഫാഇ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു തആല അവരോടൊപ്പമൊക്കെ നമ്മയും സ്വർഗ്ഗത്തിൽ ചേർക്കുമാറാവട്ടെ. കൂടാതെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ആദ്യമായി നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പവിത്രമായ ഒരു ഇസ്മ, ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു ഇസ്മാണ്. ആ ഇസ്മ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ദുആയും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകൾ, രണ്ടും അല്ലാഹുവിന്റെ പ്രതാപം, അള്ളാഹുവിന്റെ ആ വലിയൊരു ഇസ്സത്ത്, അഭിമാനത്തെ എടുത്തു കാണിക്കുന്ന രണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. ഒന്ന് യാ ജബ്ബാറു യാ അല്ലാഹ്, രണ്ട് യാ സത്താറു യാ അല്ലാഹ്. അടിമയിൽ നിന്നും അത് കേൾക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒന്നാണ് യാ ജബ്ബാറു യാ അല്ലാഹ്. അല്ലെ, അഹങ്കാരം അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. മനുഷ്യനായ നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥ അവകാശവും എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് ഇസ്മുകൾ നമുക്കൊന്ന് പറഞ്ഞാലോ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തആല സ്വസ്ഥതയും സമാധാനവും തരട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു തആല ബറക്കത്തും സലാമത്തും തരട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം പറഞ്ഞോട്ടോ. യാ ജബ്ബാറു യാ സത്താറു ജല്ല ജലാലുഹു, 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 യാ ജബ്ബാറു യാ സത്താറു ജല്ല ജലാലുഹു. ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എല്ലാ വിഷമ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമെന്നാണ്. നമുക്കൊക്കെ കടങ്ങൾ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ വീട് ജപ്തിയായി നിൽക്കുന്നവരുണ്ട്, പലിശക്കടം, അത് പലിശ നമുക്ക് എടുക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ഒരു അവസരത്തിൽ എടുത്തുപോയി ഉസ്താദെ, എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇനി അത് വീട്ടാൻ, ആ പലിശ അടക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടുന്നു. ഇതിൽ നിന്നൊക്കെ ഒരു സലാമത്തുണ്ടാവണം, അതിലെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുപോലെ മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, എല്ലാവർക്കും ഉള്ള ഒരു ഒറ്റമൂലിയാണ് ഇസ്തിഗ്ഫാർ. നമുക്കൊന്ന് പറഞ്ഞാലോ? ഇസ്തിഗ്ഫാറോ ഒന്നിച്ചു പറഞ്ഞോ?
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 എല്ലാം വിശാലമാക്കി തരുന്നവനെ, വിശാലത ചെയ്യുന്നവനെ. നമ്മുടെ ജീവിതത്തിൽ വിശാലത വേണം. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, വീട്ടിൽ, എല്ലാത്തിനും വിശാലത വേണം. വലിയ ബറക്കത്ത് കിട്ടണം. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ നമുക്ക് പറഞ്ഞാലോ? യാ ബാസിത്തു യാ അല്ലാ എന്ന ഒരു പുണ്യമായ ഇസ്മ. അത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അള്ളാഹുവിൻ്റെ പുണ്യമായ ആ ഒരു ദിക്റിനോട് ചേർത്ത് നമുക്കൊന്ന് പറയാം. ഒരുപാട് ഔലിയാക്കന്മാർ അങ്ങനെയൊക്കെ പറയാറുണ്ടെന്നാൽ അതിൻ്റെയൊക്കെ വലിയ ഫളില് കൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഖൈറിലാക്കട്ടെ. എല്ലാവിധത്തുള്ള തെറ്റുകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ കാവലും അള്ളാഹു തആല ജീവിതത്തിൽ തരട്ടെ. പറഞ്ഞു യാ ബാസിത്തു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 യാ ബാസിത്തു യാ അല്ലാഹ്
Allah, la ilaha illallah, ya basitu ya 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 Allah, la ilaha illallah. ഇൻഷാല്ലാഹ് ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ചൊല്ലുന്ന നമുക്ക് എല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. മാത്രമല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ, ഹൗദുൽ കൗസർ കുടിക്കാൻ എല്ലാം അല്ലാഹു തആല നബി തങ്ങളെ സ്വപ്നം കാണാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം തരുമാറാവട്ടെ. ഇനി പറയുന്ന സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, നമ്മളൊക്കെ മരണപ്പെട്ട് ഖബർ ജീവിതവും കഴിഞ്ഞ് മീസാൻ എന്ന തുലാസ് ഉൾപ്പെടെ സുറാത്ത് പാലം ഉൾപ്പെടെ ഉള്ള വിശാലമായ ഒരു മൈതാനമാണ് എന്ത് മഹ്ശറ മൈതാനം. ആ മഹ്ശറ മൈതാനത്ത് നമ്മുടെ നന്മയും തിന്മയൊക്കെ അള്ളാഹു മീസാൻ എന്ന തുലാസിൽ വെച്ച് ഇങ്ങനെ ഭാരം തൂക്കുമെന്നാണ്. റബ്ബേ അള്ളാഹുവെ അവിടെയൊക്കെ ഞങ്ങൾക്ക് നീ വിജയം തരണേ അല്ലാ.
ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ അമലുകളുടെ, നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാൻ, മാത്രമല്ല അള്ളാഹുവിനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായ ഒരു വചനമുണ്ട്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പ്രത്യേകിച്ച് മഗ്രിബിന് തൊട്ട് മുമ്പ് എൻ്റെ ഉപ്പമാരും ഉമ്മമാരും ഈ ഒരു വചനമൊക്കെ ആവർത്തിച്ചു പറയണം കേട്ടോ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സുന്ദരമായ ഒരു വചനമാണ്. പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ പറഞ്ഞ ദിക്ർ, സ്വലാത്ത്, മറ്റ് തസ്ബീഹുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലെ തഖ്വ കുറവുണ്ടെങ്കിൽ, ഈമാൻ കുറവുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു താല പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ചൊല്ലിയ നമുക്കെല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അനവധി ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മറ്റ് സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. ഇലാ ഹളറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والفضل كلهم أجمعين وإلى حضرات من ماتوا منا يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുറാഹിമീനായ കരുണയുള്ള രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആകൾക്ക് നീ ഉത്തരം തരണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും ആഖിറത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ ഔറാദുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ ദുആ അല്ലാഹുവേ എല്ലാം ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. എല്ലാത്തിനും ഒരുപാട് പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, എല്ലാം നീ പരിഹരിച്ച് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും പങ്കെടുക്കുന്ന മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി തെറ്റുകൾ ചെയ്തു പോയവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാപ്പ് തരണേ അല്ലാഹ്. ഇനി ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പൊന്നു വാപ്പമാര്, ഉമ്മമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു തെറ്റും ചെയ്യില്ല റബ്ബേ. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസാണ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈമാൻ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്, ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും ഞങ്ങളോട് ദുആ വസിയത്ത് പറഞ്ഞവരാണ്. അല്ലാഹുവേ, ഇന്നത്തെ മജ്ലിസും പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗികളാണ് പടച്ചവനെ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ പലരും അസുഖത്തിലാണ്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഉള്ളത് മുഴുവനും വിറ്റു തുലച്ചാലും മാറാത്ത അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്, അറ്റാക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അതുപോലെ ഹൃദയത്തിനും കിഡ്നിക്കും അതുപോലെ കരളിനും പ്രശ്നങ്ങൾ തരല്ലേ റബ്ബേ. ഏതെങ്കിലും ഒരു അസുഖത്തിന് ഞങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീ ശിഫാ തരണേ അല്ലാഹ്. നീ തന്നെ ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാഹ്. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, എപ്പോഴാണെങ്കിലും മരിക്കും റഹ്മാനെ. നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന, അല്ലാഹുവേ നിസ്കരിച്ചുകൊണ്ട് മരിക്കുന്ന, നോമ്പുകാരായി മരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ അമലുകളിൽ ബറക്കത്ത് തരണേ അല്ലാ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾ കാരണം മറ്റൊരാൾ വേദനിക്കുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ, ഞങ്ങൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവർ, റഹ്മാനെ ഇങ്ങനെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസത്തിലാണോ എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, ഖൈറുകൾ തരണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാ. ഞങ്ങളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവരെയും ഖബർ എടുക്കുമെന്ന് നിന്റെ മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ എടുക്കുമ്പോൾ വേദന അറിയാത്ത മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. സ്വർഗത്തിന്റെ 7 കവാടങ്ങളിൽ നിന്നും മലക്കുകൾ വിളിക്കുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഈ പ്രാവശ്യം ഹജ്ജിനും ഉംറക്കും കിട്ടിയിട്ടുള്ള ഉമ്മമാരുണ്ട്, പോവാൻ ഉദ്ദേശിക്കുന്നവർ, റഹ്മാനെ അവരുടെ യാത്രകൾ എളുപ്പമാക്കണേ അല്ലാ. ആ ഉദ്ദേശം, ആ ഒരു വലിയ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിൽ ഫലസ്തീനിലെ, ഗസയിലെ ഇന്ത്യൻ മുസൽമാൻ അല്ലാഹുവേ ഒരുപാട് പ്രയാസത്തിലാണ്, എല്ലാവർക്കും നീ ഖൈറും സലാമത്തും കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാൻ തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വ ശർറൽ ആഖിറ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കൃത്യസമയത്ത് തന്നെ എല്ലാവരും പങ്കെടുക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, എല്ലാവരും ചൊല്ലട്ടെ, എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.